KSRTC ഭരിക്കുന്ന മന്ത്രിക്ക് ജീവനക്കാരോട് എന്തോ കലിപ്പുള്ളത് പോലെ ഈ ജീവനക്കാരാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന മട്ടിലാണ് ചില പെരുമാറ്റങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആയൂരിൽ നടന്ന ഒരു വിഷയമായിരുന്നു കുപ്പി വിഷയം. അത് മാതൃഭൂമി വാർത്തയാക്കി. ഇപ്പൊ മാതൃഭൂമി പിടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ KSRTCന്റെ സകല കുഴപ്പത്തിന് കാരണം മാതൃഭൂമി എന്ന ലെവലിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്. മാതൃഭൂമിന്റെ റിപ്പോർട്ടറാണ് ഈ സകല കുഴപ്പവും ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ KSRTCയിൽ 32 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നവരുണ്ട്. ഒരു വർഷത്തേക്ക് യാത്ര ചെയ്യുന്നത് 16 മണിക്കൂർ ഒറ്റ ഇരിപ്പിന് കുത്തിയിരുന്ന് ഡ്രൈവ് ചെയ്യേണ്ട ഡ്രൈവർമാരുണ്ട്. തിരിച്ചെത്തുമ്പോഴേക്കും 32 മണിക്കൂർ ആയിട്ടുണ്ടാവും. ഈ 32 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ KSRTCയിലെ സമയം ക്രമം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 8 മണിക്കൂറാണ്. 4 ഡ്യൂട്ടി കൂടുതൽ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അതിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുകയാണ് ശരിക്ക് ഈ മോഷണത്തിന്, അത് KSRTC മോഷ്ടിച്ചെടുക്കുന്നതിനാണ് മന്ത്രി കൂട്ടുവെക്കുന്നത്. 3 ഡ്യൂട്ടി കൊടുക്കാറുള്ളൂ. അതായത് ഒരു 24 മണിക്കൂറത്തെ ഡ്യൂട്ടി ഒക്കെ കൊടുക്കും. പക്ഷെ 32 മണിക്കൂറിലേറെ ജോലി ചെയ്യുന്നുണ്ടാവും. ഡ്യൂട്ടി വെട്ടിക്കുറച്ചെന്ന KSRTC ജീവനക്കാരുടെ പരാതിക്ക് ഗതാഗത മന്ത്രിയുടെ പ്രതികാര നടപടി. വടകര തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റിൽ തൊഴിലെടുത്തിരുന്നവരുടെ ദുരിതം മാതൃഭൂമി ന്യൂസ് പുറത്തെത്തിച്ചതിന് പിന്നാലെയാണ് സർവീസ് കോഴിക്കോട്ടേക്ക് മാറ്റിയുള്ള ജനദ്രോഹ തീരുമാനം. ഈ വടകര തിരുവനന്തപുരം റൂട്ടില് മന്ത്രി ഓടിയിട്ടില്ല, അല്ലെങ്കിൽ ഓടാൻ മൂപ്പർക്ക് താല്പര്യം ഉണ്ടാവില്ല. മൂപ്പർക്ക് എല്ലാ വണ്ടിയും ഓടിക്കാൻ അറിയുന്ന ആളാണ്. എനിക്ക് തോന്നുന്നത് പത്തനാപുരം, ആയൂര്, തിരുവനന്തപുരം, അല്ലെങ്കിൽ പത്തനംതിട്ട, കൊട്ടാരക്കര, ആയൂര് ഇങ്ങനെയുള്ള താരതമ്യേന തിരക്ക് കുറഞ്ഞ മേഖലയിലാണ് മൂപ്പര് വണ്ടി ഓടിക്കുന്നത്. അവിടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ, പ്രത്യേകിച്ച് മന്ത്രിവണ്ടി ആകുമ്പോൾ മുന്നിലും പിന്നിലും പോലീസും ഒക്കെ ഉള്ളത് കൊണ്ട് വലിയ തടസ്സമൊന്നും ഉണ്ടാവില്ല. ഇനി അതല്ലാന്നുണ്ടെങ്കിലും കൊട്ടാരക്കര വാളകത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകാൻ MC റോഡിൽ വലിയ ബ്ലോക്കൊന്നുമില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ കിളിമാനൂരിലൊരു 1 മിനിറ്റ് ചിലപ്പോൾ അവിടെ നിൽക്കേണ്ടി വരുമായിരിക്കും. അതിലപ്പുറത്തേക്ക് ഓടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊല്ലത്തേക്ക് കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാരിപ്പള്ളിയിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് അവർക്ക് ഹൈവേയിലൂടെ അങ്ങ് പാഞ്ഞു പോകാം. പക്ഷെ അതുപോലെ അല്ല ഈ വടകര കോഴിക്കോട് റോഡ്. ഇപ്പോ കോഴിക്കോട് നിന്ന് ഏകദേശം കുറ്റിപ്പുറം വരെ മാത്രമാണ് ഇപ്പോൾ NH 66 ഉള്ളത്. അതിനുശേഷമുള്ള ട്രാഫിക് ബ്ലോക്കും ഈ മന്ത്രിക്ക് അറിയാഞ്ഞിട്ടാണോ അതോ കാണാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വഴിയിലൂടെയൊക്കെ വണ്ടി ഓടിച്ചു പോകുന്നതാണ്, അതുകൊണ്ട് എനിക്കറിയാവുന്നത്. മുടിഞ്ഞ ബ്ലോക്കാണ്, പോയി പഠിക്കാൻ നോക്കൂല. ചില സ്ഥലത്ത് മണിക്കൂർ കണക്കിന് ബ്ലോക്കിൽ കിടക്കേണ്ടി വരും. അതാണ് അവസ്ഥ. അതായത് യാതൊരു സമയക്രമവും നോക്കാതെയാണ് ഇവരെ മൈക്ക് കുതിര കയറാൻ നിൽക്കുന്നത്. ഈ ജീവനക്കാരുടെ ദുരിതം ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്നാ പിന്നെ വടകര എന്നുള്ളത് കോഴിക്കോട് വെച്ച് കട്ടാക്കിയേക്കാന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്. കോഴിക്കോട്ട് നിന്ന് കട്ടാക്കി കഴിഞ്ഞാലും ഈ കുറ്റിപ്പുറം കഴിഞ്ഞാൽ ഇപ്പോൾ NHന്റെ പണി നടക്കുന്നുണ്ട്, അറിയാമല്ലോ. MC റോഡ് വഴി വന്നാലും മുടിഞ്ഞ ബ്ലോക്കാണ്. അങ്ങേപ്പുറത്തൂടെ വന്നു കഴിഞ്ഞാലും മുടിഞ്ഞ ബ്ലോക്കാണ്. അങ്കമാലി എത്തുന്നത് വരെ ഒരു പെടാപ്പാടാണ്. അങ്കമാലി കഴിഞ്ഞാലും പ്രയാസമാണ്. പിന്നെ ഇപ്പുറത്തൂടെ വരികയാണെങ്കിൽ പൊന്നാനി കഴിഞ്ഞിട്ട് കൊടുങ്ങല്ലൂർ ആ മേഖലയിലൂടെ കടന്നു വരാൻ കുറച്ച് പ്രയാസവുമാണ്. ഇതൊക്കെ ആ ഭാഗത്തുകൂടി KSRTC ഡ്രൈവർമാരൊന്ന് ഓടിച്ചു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പോകുന്ന വണ്ടിയിലൊന്ന് ഗണേശകുമാർ കയറി കുത്തിയിരുന്നാലേ അറിയാൻ പറ്റും. വൈരാഗ്യമാണ്, എന്തോ ഒരു വൈരാഗ്യം പോലെയാണ്. എല്ലാ KSRTC ഡ്രൈവർമാരും മോശമൊന്നുമല്ല. യാത്രക്കാരുടെ ജീവൻ വെച്ചുകൊണ്ടാണ് ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അത് മറ്റാരും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും മന്ത്രി അറിയേണ്ടതുണ്ട്. പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് എന്ന വണ്ടിക്ക് സ്റ്റോപ്പുകൾ കുറവാണ്. അപ്പോൾ അങ്ങനെ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ എത്താം. അപ്പോൾ അവിടെ ഒരു സൂപ്പർ ഫാസ്റ്റ് തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരുന്നു. അത് വന്നതിനേക്കാൾ 41 സ്റ്റോപ്പ് കുറച്ച ഈ വണ്ടി അത് വന്നതിനേക്കാൾ 4 മണിക്കൂർ വൈകി വരികയാണ്. അപ്പോൾ ഒരു മാധ്യമത്തിൽ പറയുന്ന 4 മണിക്കൂർ വൈകി ഓടുന്നത് റോങ് ആണ്. നമ്മളങ്ങ് നിർത്തി. ഇതാണ് ഇതിന്റെ കാര്യം. ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ സർവീസ് റോഡ്, പണി നടക്കുന്ന റോഡുകൾ സർവീസ് റോഡിലൂടെ പോകണം. മുന്നേ ഒരു JCBയോ ഒരു ലോഡ് വണ്ടിയോ ഇനി അതിന് ഒരു കണ്ടെയ്നറോ ഒരു ക്യാപ്സ്യൂളോ പോയി കഴിഞ്ഞാൽ തീരുമാനമായി. ഈ വാഹനങ്ങൾക്ക് ഒരു സ്പീഡ് നിർണ്ണയിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 60 തന്നെ കൂട്ട്. 60 പോയിട്ട് 15 കിലോമീറ്റർ സ്പീഡ് പോലും ഓടിക്കാൻ പറ്റൂല. കാര്യം മുന്നിൽ പോണ ക്യാപ്സ്യൂളിനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയുമെന്ന് കരുതേ വേണ്ട. കാരണം ഒരു വണ്ടിക്ക് കഷ്ടി കടന്നു പോകാൻ കഴിയുന്ന സർവീസ് റോഡുകളാണ് ഇന്ന് കേരളത്തിൽ തെക്ക് വടക്കുള്ളത്. അതിൽ 100% നമുക്ക് അതല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റുന്നത് കോഴിക്കോട് മുതൽ ഏകദേശം കുറ്റിപ്പുറം വരെയുള്ള NH 66 ഭാഗമാണ്, മലപ്പുറം റീച്ചിൽ. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം പൊളിഞ്ഞു പോയിട്ടുള്ള കൂരിയാട് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ സർവീസ് റോഡ് ഇറങ്ങി വരേണ്ടത്. അവിടെ ബ്ലോക്ക് ഉണ്ട്, നല്ല ബ്ലോക്ക് ഉണ്ട്. കാര്യം എൻ്റെ നാടാണ്, നമുക്ക് കാണാൻ പറ്റും. 1/2 മണിക്കൂർ വരെ ബ്ലോക്കിൽ കിടക്കും. പിന്നെ ഞങ്ങൾക്ക് വേറെ ഊര് വഴിയൊക്കെ അറിയാവുന്നത് കൊണ്ട് ആ ബ്ലോക്കിന്റെ അപ്പുറത്ത് ചാടിപ്പോയി വണ്ടി ഓടിച്ച് പോകലാണ് പതിവ്. ഈ NHലൂടെ വരുന്ന വാഹനങ്ങൾ, ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾ, KSRTC അടക്കമുള്ള വാഹനങ്ങൾക്ക് ആ റോട്ട് കയറി പോകാനൊന്നും പറ്റൂല. ഇനി അങ്ങോട്ട് കയറി പോയിട്ട് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല പറയുന്നത്. ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് വിഷയം വന്നാലും KSRTC ജീവനക്കാരുടെ നെഞ്ചത്തേക്ക് കയറുക, അതല്ലെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന പത്രങ്ങളുടെ, മാധ്യമങ്ങളുടെ പെരടിക്ക് കയറുക എന്നുള്ളതാണ് നമ്മുടെ മന്ത്രിയുടെ ഈ അടുത്ത കാലത്തുള്ള നിലപാട്. അല്ലാതെ എന്താണ് അതിന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കലല്ല. സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റ്
എത്തുന്നതിനേക്കാൾ ഈ 41 സ്റ്റോപ്പ് കുറച്ച വണ്ടി 4 മണിക്കൂർ വൈകി വരുന്നത് എന്ത് കുഴപ്പം? എന്താണ് കുഴപ്പം? അത് മന്ത്രിയുടെ കുഴപ്പമാണോ? CMDയുടെ കുഴപ്പമാണോ? ആരെ കുഴപ്പമാണ്? അപ്പോൾ അതിനകത്ത് എന്തോ ഒരു സൂത്രമുണ്ട്. ആ സൂത്രം ഉള്ളത് കൊണ്ടാണ് ഈ വാർത്ത കണ്ട ഉടനെ ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ചോദിച്ചാൽ വണ്ടി കോഴിക്കോടേക്ക് വെച്ചാൽ കട്ട് ചെയ്തു. ഇതിന് എന്താ മനസ്സിലാക്കേണ്ടത്? KSRTCയിലെ ജീവനക്കാരെ വിശ്വാസമല്ല എന്നാണ്. അങ്ങനെയാണോന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കണമേ. അത് KSRTC നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവനക്കാരുണ്ടെങ്കിൽ അവരെ വെച്ച് ഉറപ്പിക്കണ്ട. അവരെ തെളിവ് സഹിതം പിടിച്ചങ്ങ് പുറത്താക്കിയേക്ക്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇവിടെ സൂപ്പർ ബസ് ആയാലും സൂപ്പർ ഡീലക്സ് ആയാലും സൂപ്പർ എക്സ്പ്രസ് ആയാലും ഏത് എക്സ്പ്രസ് ആയാലും ലോ ഫ്ലോർ ആയാലും ഏതായാലും ഈ നേരത്തെ പറഞ്ഞ ആ ക്യാപ്സൂളിന്റെയും കണ്ടെയ്നറിന്റെയും ചോട്ടിൽ അഴിയല്ലാതെ വേറെ മാർഗമില്ല. ഇതിനിടയിൽ ഏതെങ്കിലും ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, എന്നാ പിന്നെ കുടുങ്ങി. കാരണം അത് തീരുന്നത് വരെയുള്ളൂ. നമുക്കറിയാലോ, ഇതിനു മുമ്പ് 11 മണിക്കൂർ വരെ ട്രാഫിക് ബ്ലോക്ക് പാലക്കാട് ഹൈവേയിൽ ഉണ്ടായത്. 11 മണിക്കൂർ വരെ. രാവിലെ ഇന്റർവ്യൂവിന് പോകേണ്ടവരൊക്കെ അതിനകത്ത് വന്നത്. ഇന്റർവ്യൂവിന് പോകേണ്ടവർ രാവിലെ ഈ തിരക്കിലൊന്നും പെടാതെ എളുപ്പം എത്താൻ വേണ്ടി ഇറങ്ങിയതാ. അവർക്ക് പോയില്ല, വണ്ടി ഇതിന്റെ ഇടയിലായി പോയി. തിരിച്ച് വേറെ എവിടെയെങ്കിലും പോകാനോ വണ്ടി തിരിച്ചു പോകാനോ ഒരു നിവൃത്തിയില്ല, കുടുങ്ങി അതിനുള്ളിൽ. ഈ 11 മണിക്കൂർ കുടുങ്ങുന്നത് വെറും കുടുങ്ങലല്ല, ഇതിനിടയിൽ ചില 1ഉം 2ഉം ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെ നടത്താൻ ഒരു മാർഗമില്ല. വണ്ടി ഒറ്റ നിലയ്ക്ക് കുടുങ്ങി കിടക്കാണ്. അതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ എന്താ പറയാ, ഒരു ഗതാഗത സംവിധാനത്തിന്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്. അതെങ്കിലും ഒരു അല്പം ചിന്തിക്കണ്ടേ? അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ട് കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ. KSRTC ഒരു സമയക്രമം തീരുമാനിക്കുമ്പോൾ അത് ആ റോഡിൽ എടുക്കാൻ പറ്റുമോ, ഇപ്പോഴത്തെ റോഡിന്റെ കണ്ടീഷൻ എന്താണ് എന്നുകൂടെ നോക്കണം. ഇതൊക്കെ നോക്കാതെ ഈ പറഞ്ഞ ജീവനക്കാരൻ നെഞ്ചത്തേക്ക് കയറിയിട്ട് ആവശ്യമുണ്ടോ? വെറുതെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് തള്ളുന്നത് പോലെയല്ല പൊതുനിരത്തിൽ. നമ്മളൊക്കെ സാധാരണക്കാരൊക്കെ പൊതുനിരത്തിലൂടെ ഒന്നുമില്ലെങ്കിലും നടന്നെങ്കിലും പോകുന്നവരാ. അവർ കാണുന്നുണ്ട് ഈ ദുരിതങ്ങൾ മുഴുവൻ. ആ ദുരിതം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതൊരു മന്ത്രിന്റെ കടമ. അതല്ലാതെ എന്തിനെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അതിങ്ങനെ മുറിച്ചിട്ട് പോകലല്ല. അങ്ങനെ മുറിച്ചിട്ട് അവസാനം ചോടും കൂടെ മുറിക്കാൻ ഉണ്ടാവുള്ളൂ. അതുകൂടെ മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യം തീരുമാനമാവില്ലല്ലേ. Different angles. Don't forget to subscribe and support this channel.